7 ലക്ഷം രൂപയോ? ആ കുടുംബം തകർന്നു. കൂലിപ്പണിക്കാരനായ അപ്പൻ, വല്ലപ്പോഴും ജോലിക്ക് പോകുന്ന അമ്മ, 2 മക്കൾ, അതിലെ ആൺമോൻ. ആ മോൻ അന്ന് ജോലിക്ക് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി. പോസ്റ്റ് ഓഫീസിലാണ് ജോലി. അതിനുവേണ്ടി രാവിലെ പ്രാർത്ഥിച്ച് ബൈക്കിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അരൂക്കുറ്റി പാലത്തിനടുത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷക്കാരൻ അവൻ ആ ബൈക്കുകാരനെ തള്ളിയിട്ടു. നിസ്സാരമായ വീഴ്ച. ബൈക്ക് അവന്റെ കാലിലേക്ക് വീണു. ഉടനെ അടുത്തുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എറണാകുളത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ് അത്. പള്ളിവക ഹോസ്പിറ്റലാണ്, അതായത് കത്തോലിക്ക സഭയുടെ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പല പല ടെസ്റ്റുകൾ എഴുതിയ ശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ പറയുകയാണ്, ഒരു 7 ലക്ഷം രൂപ ഇപ്പൊ അടക്കണമെന്ന്. ഇവരാകെ തകർന്നു പോയി. കാരണം എന്താണ്? വെറുതെ ഒരു വീഴ്ചയാണ് അവൻ വീണത്. 7 ലക്ഷം രൂപയാണ് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞത്. പക്ഷേ ഒരു 100 രൂപ പോലും ആ വീട്ടിൽ എടുക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ഇളയമോൾ കോളേജിൽ പഠിക്കുകയാണ്. അവൾക്കുള്ള ഫീസ് കെട്ടി കഴിഞ്ഞുള്ളൂ. കാശില്ല. എന്താണ് ചെയ്യുക? അവർ സ്തബ്ധരായി നിന്നുപോയി. അവരുടെ മനസ്സിലൂടെ ഒത്തിരി ആളുകൾ കടന്നുപോയി, ഒത്തിരി സ്ഥാപനങ്ങൾ കടന്നുപോയി, ഒത്തിരി ദേവാലയങ്ങൾ കടന്നുപോയി പ്രാർത്ഥനയിലൂടെ. പക്ഷേ അതൊന്നും അവരെ ഒന്നും സഹായിക്കാനായില്ല എന്ന് പറയാം. ഒത്തിരി പേരെ വിളിച്ചു, അതിനിടെ ബന്ധുക്കളെ വിളിച്ചു. അവരൊന്നും 7 ലക്ഷം കൊടുക്കാനൊന്നും അവർക്കാവില്ല. അല്ല, 1000-ഓ 2000-ഓ അവർക്ക് നൽകാനേ ആവൂ. എന്നാൽ ഇതെല്ലാം അറിഞ്ഞ ഒരു സിസ്റ്റർ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ള സിസ്റ്റർ വിളിച്ചിട്ട് പറയുകയാണ് സാന്ത്വനപൂർവ്വം. സന്ധ്യത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോ ഈ അമ്മ വിചാരിച്ചു ഈ കാശ് കുറച്ചു തരാനായിരുന്നു. അവർ പറഞ്ഞൊരു വചനം ഇതാണ്, നിങ്ങൾക്ക് ഒരാഴ്ച ഞാൻ സമയം തരാം, ഓരോ ദിവസവും ഓരോ ലക്ഷം വെച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്ന്. പകരെ ജോലി ചെയ്തിരുന്ന അപ്പൻ വന്നു. അമ്മയും അപ്പനും കൂടി അവിടെ കുത്തിയിരുന്ന് കരച്ചിലായി. എന്ത് ചെയ്യും? 22 വയസ്സുള്ള ഇതാണ് ഈ പയ്യൻ. ഇത് ഒരു ഫലമാണ് ആക്സിഡന്റിന്റെ. പ്രതീക്ഷിക്കാതെത്തുന്ന ഒരു അപകടമാണ്. അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നവർ പ്രതീക്ഷിച്ചില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സെക്യൂറാണ്. ലോകം ഇങ്ങനെ പോവുകയാണ്, തങ്ങളും ഇങ്ങനെ പോവുകയാണ്, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പോവുകയാണ്. ഇതുവരെയും ഒന്നും സംഭവിച്ചില്ല, ഇനിയും സംഭവിക്കുന്നില്ല എന്നൊരു കണക്ക് കൂട്ടലിലാണ് ആത്മവിശ്വാസത്തിലോട്ട് മുന്നോട്ട് പോയ ഒരു കുടുംബമാണിത്. ഇന്ന് ഇൻഷുറൻസിനെ പറ്റിയാണ്, നിങ്ങളുടെ ജീവന് വില നൽകുന്ന ഇൻഷുറൻസ് കമ്പനികളെ പറ്റിയാണ്, നിങ്ങളുടെ ഓരോ ചെറിയ അപകടങ്ങൾക്കും കൈത്താങ്ങാകുന്ന ഇൻഷുറൻസിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും മരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇൻഷുറൻസ് എന്ന് കരുതുന്ന ആ ചിന്താഗതിയിൽ നിന്നും നമ്മെ കൈപിടിച്ച് കയറ്റുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഒത്തിരിയുണ്ട്. ആ ഇൻഷുറൻസ് കമ്പനികളുടെ ചരിത്രത്തിലേക്കല്ല ഞാൻ വരുന്നത്, നമ്മളുടെ ജീവനത്തിന് വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് കമ്പനി. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ മെയ് 9 എലക്ഷന്റെ അന്ന് എൻ്റെ ചേട്ടൻ പീറ്റർ, അദ്ദേഹം വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, എലക്ഷന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വർക്ക് ചെയ്താന്ന് വെച്ചു. എന്ത് വിചാരിച്ചു? കാറ് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു ചെറിയൊരു കഷണം, തെങ്ങിന്റെ കഷ്ണം പൊങ്ങി നിൽപ്പുണ്ട്. തെങ്ങ് വെട്ടി മാറ്റിയപ്പോൾ അവർ കട്ടർ വെച്ചത് കറക്റ്റ് പാരലായിരുന്നില്ല, അല്പം പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ വീട്ടില് ഒരു കട്ടർ മെഷീൻ ഇരിപ്പുണ്ട്, വുഡൻ കട്ടർ. ആ വുഡൻ കട്ടർ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പതുക്കെ വെട്ടി മാറ്റി. മകൻ നിഖില് പറയുകയാണ്, അപ്പച്ച ഞാൻ കോടാലി വെച്ച് ഒരുമാതിരി ആക്കിയിട്ട് ഇനി അപ്പച്ചൻ ഇത് വെച്ചൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അതായത് എൻ്റെ ചേട്ടൻ്റെ മകൻ.
പുറത്തേക്ക് പോയി, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്തു പീറ്ററേട്ടൻ? ആ കട്ടർ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയായിരുന്നു. ആ കട്ടർ മെഷീൻ ഒത്തിരി പേരുടെ കൈ കളഞ്ഞതും കാല് കളഞ്ഞതും കൈ മുറിച്ചതും കാല് മുറിച്ചതും ഒന്നും ഈ ചേട്ടൻ അറിയാനിട്ടൊന്നുമല്ല. താൻ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തു ആ കട്ടർ മെഷീൻ. ആ കട്ടർ മെഷീൻ കുറച്ച് പ്രാവശ്യം കട്ട് ചെയ്തു. പിന്നെ കട്ട് ചെയ്തപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. വിട്ടുപോയിട്ട് എന്ത് പറ്റി? തൻ്റെ വലത് കാലിനെയും ഇടത് കാലിനെയും ഒരുമിച്ച് കട്ടാക്കുന്ന രീതിയിൽ മാംസത്തിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങി. സാധാരണ കട്ടറല്ല വെച്ചത്, വുഡിന് ഉപയോഗിക്കുന്ന ബ്ലേഡാ ഉപയോഗിച്ചത്. ആ ബ്ലേഡ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചെത്തി 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 നിൽക്കും. അത് മാംസം ബ്ലേഡ് പോലെ കട്ട് ചെയ്തല്ല പോകുന്നത്, ഇങ്ങനെ ചിന്നിച്ചിതറിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് എല്ലിന്റെ ഭാഗം വരെ ചെന്നു. രണ്ട് കാലിലും നടക്കാനാവില്ല. ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പൊ എത്ര നാളായി? കഴിഞ്ഞ മെയ് മുതല് ഇതുവരെ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോഴും കാല് ഉണങ്ങിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി ആ കാലിന്. ആ കാല് ഇപ്പോഴും വേദനയുണ്ട്. കാല് താഴ്ത്തൂത്തി നടക്കുമ്പോൾ നീരാണ്. ആ ഒരവസ്ഥയിലും ബുദ്ധിമുട്ടില്. അത്രയും രൂപ പെട്ടെന്ന് സംഘടിപ്പിക്കാനായില്ല. പല സ്ഥലങ്ങളിൽ നിന്നുമായി സംഘടിപ്പിച്ചു. അതെ, ഈ ഇവിടെയെല്ലാം താങ്ങായി വരേണ്ട ഒന്നുണ്ട്, ഇൻഷുറൻസ്. ആ ഇൻഷുറൻസിനെ പറ്റി അറിയില്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മരണത്തിന് വേണ്ടി മാത്രമുള്ളതാണോ? ഇപ്പോഴും തെറ്റിദ്ധാരണകൾ മാറിയില്ലേ? സമ്പാദിക്കാനും കൂടിയുള്ളതാണ് ഇൻഷുറൻസ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് ഇന്നത്തെ ന്യൂ ജൻ ഇൻഷുറൻസ് കമ്പനികൾ വന്നത്. അവർ ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അനുസരിച്ച് ബെനിഫിറ്റ് കിട്ടുക മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സെക്യൂറാണ്. അല്ലേ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭാര്യയ്ക്ക് ഒരു സുരക്ഷിതമായ, ഒരു സെക്യൂറായ, ഒരു സാമ്പത്തികമായ ബെനിഫിറ്റ് കിട്ടും എന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിപ്പോ വൈകുന്നേരമായി. ഇന്ന് രാത്രി ഞാൻ ഉണ്ടാകുമോ? നാളെ രാവിലെ ഞാൻ ഉണ്ടാകുമോ? ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു ആക്സിഡന്റ് പോലും. ഞാൻ ഈ ആക്സിഡന്റിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല, ആക്സിഡന്റിന് നമ്മളെ കവർ ചെയ്യുന്ന ഒരു ദിവസം 10 രൂപ പോലും വരാത്ത ഇൻഷുറൻസ് ക്ലെയിം പോളിസി ഉണ്ട്. കോട്ടി സുരക്ഷ. കോട്ടി സുരക്ഷ എന്ന് പറയുന്നത് HDFC എർഗോ കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് ക്ലെയിമാണ്. പല ഇൻഷുറൻസ് കമ്പനികളുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ഉറപ്പായ, നമുക്ക് 100% ബെനിഫിറ്റ് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് HDFC എന്ന് ഞാൻ പറയുകയാണ്. അതിന് ഉള്ള കോട്ടി സുരക്ഷ എന്ന് പറയുന്നത്, നമ്മളന്ന് ബാത്റൂമിൽ തെന്നി വീണ്, എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചർ, അവർ ബാത്റൂമിൽ തെന്നി വീണു. തെന്നി വീണിട്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ ലിഗ്മെന്റ് ആണ് പോയത്. ലിഗ്മെന്റ് പോയിട്ട് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റിയില്ല. അവര് കോട്ടി സുരക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കോട്ടി സുരക്ഷ എടുത്തത് കൊണ്ട് അവർക്ക് 5 പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നില്ല. ഭർത്താവും മക്കളൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം ക്യാഷ്ലെസ് ക്ലെയിമാണ്. ഏതാണ്ട് 3.25 ലക്ഷം രൂപയോളം, അതായത് 3,26,000 രൂപയോളം അതിനായി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ആ ക്യാഷ് HDFC എർഗോയാണ് കൊടുത്തത്. അപ്പൊ അറിയുക, നമ്മളൊന്ന് വീണാൽ, മറ്റൊരു കാര്യം, ഈ ക്യാഷ് മാത്രമല്ല കൊടുത്തത്, ആ ടീച്ചർക്ക് കുറച്ച് നാളത്തേക്ക്, ഒരു 3 മാസത്തോളം സ്കൂളിൽ പോകാൻ പറ്റില്ല. ആ തുകയും കൊടുത്ത് ഓരോ ദിവസവും ഒരു നിശ്ചിത തുക, അതിൻ്റെ വരുമാനം അനുസരിച്ചുള്ള തുക അവർക്ക് കൊടുത്തു. എന്നാൽ ഇതുപോലെ തന്നെ എനിക്ക് കണക്ഷനുള്ള ഒരു കാർപ്പൻ്റർ, അദ്ദേഹവും കോട്ടി സുരക്ഷ എടുത്തുള്ള ആളാണ്. അദ്ദേഹത്തിനും ഇതുപോലെ സംഭവിച്ചു. ഈ കട്ടർ മെഷീൻ വെച്ച്, ആ കട്ടർ മെഷീൻ വെച്ച് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോട്ടി സുരക്ഷയുടെ കാര്യം മറന്നുപോയി ഭാര്യ. അവിടെ ചെന്ന് ക്യാഷ് അടച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ ചോദിക്കുകയാണ്,
നിങ്ങൾക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലേ? അപ്പൊ ഈ ആള് ബോധം വന്നിട്ട് പറയാണ്, ആ ഉണ്ട് 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 കോട്ടി സുരക്ഷ. അതെ, വേഗം കാർഡ് കൊണ്ടുപോവാ. ഉടനെ അവർ കൊണ്ടുവന്നു, ആ ക്യാഷ് അവർക്ക് തിരിച്ചു കൊടുത്തു. കൊടുത്തിട്ട് പറയാണ് ഇത് ക്യാഷ്ലെസ് ആണ്. അയാളുടെ കംപ്ലീറ്റ് ചെലവും ആ കോട്ടി സുരക്ഷയിൽ എന്ന ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ വീട് എന്ത് ചെയ്യുമായിരുന്നു? പഠിക്കുന്ന മക്കള്, ഇയാൾ കൂലിപ്പണി, ദിവസവും കിട്ടുന്ന കാശ് കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. ആ ഒരു അവസ്ഥയിൽ അവർ താഴെ പോകുമായിരുന്നു. അവർക്ക് ഒരു അത്താണിയും ഇല്ലായിരുന്നു. അവിടെയും അത്താണിയായി വന്നത് ആരാണ്? വെറും 3410 രൂപ ഒരു വർഷത്തേക്ക് കൊടുത്ത് ഇൻഷുറൻസ് എടുത്ത വ്യക്തിയാണെന്ന്. ആ വ്യക്തിക്കാണത് കിട്ടുക. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കോട്ടി സുരക്ഷ. പക്ഷേ എല്ലാവരോടും ഞാൻ പറയുന്ന പോലെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വെക്കും, ഒരു ഉപയോഗവുമില്ല. നാളുകളായി മെഡിക്ലെയിം എടുത്ത് വെച്ചിരിക്കുകയാണ്, ഒരു ഉപയോഗവുമില്ല. കാര്യം എന്താണ്? ആ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും അല്ലേ? നമ്മളെങ്കിലും ആ ഇൻഷുറൻസിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തുവെച്ചു. ഇനി ഇന്ന് അല്പം മുമ്പ് ഞാൻ യൂണിയൻ മീറ്റിംഗ് കഴിഞ്ഞ്, അതായത് ഞങ്ങളുടെ ഓഫീസിന്റെ യൂണിയൻ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരികെ വരികയായിരുന്നു. എടക്കൊച്ചിയിലെത്തിയപ്പോൾ, അതായത് എടക്കൊച്ചി ചാക്കോളാസ് ഫ്ലാറ്റിനടുത്ത് ചെന്നപ്പോൾ ഒത്തിരി ജനം അവിടെ. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു മരണമുണ്ടായി. മരണം എങ്ങനെയാണ്? ലെനിൻ കുമാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് മരിച്ചത്. ആ മനുഷ്യൻ എങ്ങനെ മരിച്ചു? കായലിൽ മീൻ പിടിക്കാൻ പോയതാണ് രാവിലെ, അവിടെ വെച്ച് അറ്റാക്ക് വന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറയുകയാണ്, കാട്ടിപ്പറമ്പിലെ ഒരു മനുഷ്യൻ, അവന്റെ കൊച്ചാപ്പനാണ്. കൊച്ചാപ്പൻ പറയാണ്, ഡാ ചെലവൊക്കെ ഉണ്ട് കേട്ടാ, നീ ഒരു ചെറുത് വാങ്ങിച്ചിട്ട് വാ, ഞാൻ ഇപ്പൊ വരാം, ഗ്ലാസ് എടുത്തിട്ട് വരാമെന്നുണ്ടോ. പുള്ളിക്കാരൻ പോയതാണ്. അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ഇയാൾ കുറെ നേരം കാണാനില്ല, ഇവൻ ചെറുതൊക്കെ വാങ്ങിച്ച് കാത്തിരിക്കുന്നു. ചെന്ന് നോക്കിയപ്പോ എന്താണ്? അയാൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, അവിടെ മരിച്ചു വീണു. ഇതാണ് ഇന്നത്തെ സമയം. ഇൻഷുറൻസിന്റെ വാല്യൂ അറിയേണ്ട സമയമാണിത്. നമ്മൾ ആരെങ്കിലും അറിയുന്നോ? ഒരു 150 കോടിയോളമുള്ള ഈ ഇന്ത്യയിൽ എത്ര ശതമാനം പേരാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്? കേരളത്തിൽ 3.5 കോടിയോളമുള്ള ജനങ്ങളിൽ എത്ര വളരെ ന്യൂനമായ ആളുകളാണ് എടുത്തിട്ടുള്ളത്? ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് വലിയൊരു തുകയാണെന്ന് നിങ്ങൾ കരുതണ്ട. അത് ഈ കോട്ടി സുരക്ഷ എന്ന് പറയുന്ന ആ ഒരു പോളിസി, ഞാൻ ആ പോളിസിയെ പറ്റി വിശദമായി നാളെ നിങ്ങളോട്. പ്രതീക്ഷിക്കാതെ എത്തുന്ന ഒന്നാണ് മരണവും അപകടവും. എൻ്റെ അപ്പച്ചൻ പറയുമായിരുന്നു, ആർക്കും മുള്ളും കോളൊന്നും വെച്ചിട്ടില്ല ദൈവം, അത് എപ്പോഴാണെന്ന് വെച്ചാൽ സംഭവിക്കും, പ്രതീക്ഷിക്കാതെയായിരിക്കും. കാറ്റ് വന്ന് കള്ളനെ പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. നമ്മളൊന്നും നിലച്ചിരിക്കാതെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവം. ഇന്നലെ ഒരുത്തൻ ബൈക്കിലവിടെ വീണതും അയാൾ പ്രതീക്ഷിച്ചില്ല ഒന്നും. അതുപോലെ ആദ്യം പറഞ്ഞ പയ്യൻ ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള പയ്യനാണ്. അവൻ ആ കാല് 3ആയി ഒടിഞ്ഞപ്പോഴും ഞങ്ങൾ ചെന്നിരുന്നു അവനെ കാണാൻ. അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവൻ പ്രതീക്ഷിച്ചോ? ഇല്ല. കുളിച്ച് മിടുക്കനായി ബൈക്കിനങ്ങ് പോയതാണ്. ഒന്നും സംഭവിക്കുന്ന അറിഞ്ഞിട്ടല്ല. ആ ഓട്ടോക്കാരൻ അറിഞ്ഞോ? ചെറിയൊരു മുട്ടലാണ് ഓട്ടോക്കാരൻ ചെയ്തത്. അവൻ എന്ത് ചെയ്തു? അവൻ വിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരു മനുഷ്യനുണ്ട്. ആക്സിഡന്റിൽ കാറിടിച്ചിട്ടിട്ട് പോയിട്ട്, അത് എൻ്റെ കാറിന്റെ നമ്പർ അറിയില്ല, എന്താണെന്നറിയില്ല, എന്ത് ക്ലെയിം ചെയ്യും? എന്നാൽ അവിടെ കോട്ടി സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്നും അവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു. അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരിച്ചു. ഇപ്പോൾ മക്കളില്ല, മക്കൾ നോക്കുന്നില്ല. ആ മനുഷ്യൻ അങ്ങ് ജീവിക്കുകയാണ്. ഞാൻ പറയുന്ന ഒന്നാണ്, പ്രതീക്ഷിക്കാതെ എത്തുന്ന ഒന്ന് തന്നെയാണ് മരണവും അപകടവും. കഴിഞ്ഞ ദിവസവും ഇന്നും ഞാൻ പോയ വീട്ടിലെയും ജനങ്ങൾ പറഞ്ഞത് ഒരേ കാര്യമാണ്.
പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന്. എന്നാൽ ചരമമടഞ്ഞ 2 പേരും അത്രയധികം പ്രായമായവരല്ല. എന്നിട്ടും അതെ, ഇന്ന് കാണുന്ന നാം നാളെ കാണുമോ എന്നുറപ്പിച്ച് പറയാനായില്ല. നാളെ കാണാമെന്ന് പറഞ്ഞ് പിരിയുമ്പോഴും ഒത്തിരി പേര് പലതരത്തിൽ മരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിറങ്ങൾ പോലും അറിയാത്തവരും അറിഞ്ഞവരും അറിഞ്ഞ് കഴിഞ്ഞവരും പോവുകയാണ്. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം വളരെ പ്രായം കുറഞ്ഞ് 22 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു, 40 വയസ്സുള്ള ഒരുത്തൻ മരിച്ചു, 60 വയസ്സുള്ള ഒരു മരിച്ചു. എല്ലാവർക്കും അറിയാം ഞാനും ഒരിക്കൽ മരിക്കും. പക്ഷേ അത് എന്നാണെന്നോ അതെങ്ങനെയാണെന്നോ എവിടെ വെച്ചാണെന്നോ ആർക്കും അറിയാനാകാത്തതാണ് എന്നാണെന്നുള്ളത്. ആ ഉറപ്പില്ലായ്മയാകണം മരണത്തിനായുള്ള തയ്യാറെടുപ്പൊന്നും ആരിലും ഉണ്ടാകാത്തതും. ഒരു അപകടം ഉണ്ടാകുമ്പോൾ വരുന്ന ചെലവുകൾ ഒത്തിരിയാണ്. ആരും കാത്തുവയ്ക്കാറില്ല അപകടത്തിനായി. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്ന ഒരാളുണ്ട് അവിടെ, കണ്ണും നട്ട്. ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ആക്സിഡന്റ് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ആ ഇൻഷുറൻസ് കമ്പനി വരാതിരിക്കാനാണ്. പക്ഷേ വന്നാൽ അവർ ഏറ്റെടുക്കും, അവർ നെഞ്ചിലേറ്റും നമ്മളുടെ ചെലവുകൾ. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ ഒത്തിരി ഒത്തിരി എന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി ബന്ധപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും ദുരിതങ്ങളല്ല, ദുരന്തങ്ങളാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായങ്ങൾക്ക് പരിധിയുണ്ടാകും. അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും പരിധികളും. ഞാൻ നൽകും 10,000, മറ്റൊരാൾ നൽകും 5,000, മറ്റൊരാൾ നൽകും 1,000. അത് എല്ലാ മാസവും നമ്മൾ കൊടുക്കുമോ? ഇല്ല. ഈ പ്രാവശ്യം 10,000 കൊടുത്താൽ അടുത്ത പ്രാവശ്യം 5,000 ആകും, പിന്നെ 1,000 ആകും, പിന്നെ 100 ആകും. അവിടെ തീരും. അതുപോലെ അപ്രതീക്ഷിതമായ മരണങ്ങളിലും ആക്സിഡന്റിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഒരു വീട്ടിൽ 100 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയും ആകാം. പണ്ട് നമുക്ക് മരണഫണ്ട് ഉണ്ടായിരുന്നു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. എന്തിനാണ് മരണഫണ്ട്? പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ. ഒരു ശവപ്പെട്ടി വാങ്ങിക്കാൻ, പള്ളിയിലെ ചെലവുകൾ തീർക്കാൻ, അതിനു വേണ്ടിയാണ് അവർ മരണഫണ്ട് ഉണ്ടാവുന്നത്. അവരൊന്നും കാശ് വെച്ചോണ്ടിരിക്കുകയല്ല, ഇപ്പം മരിക്കും ഇപ്പം മരിക്കും. പ്രായമായവരല്ലല്ലോ ചിലപ്പോഴൊക്കെ മരിക്കുന്നത്, അതുകൊണ്ടാണ്. ചില സ്ഥലങ്ങളിൽ മരിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. അവർ ചെവിച്ചെന്ന് പറയും, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന്. പറ്റുന്നതല്ല. ആ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? അവരൊന്നും പ്രതീക്ഷിക്കാത്തതാണ്. അവ മൃതദേഹത്തിന് മുമ്പിൽ ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി പേരെ കാണാനാകും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ തൻ്റെ ഭർത്താവിനെ സംസ്കരിക്കാൻ കാശില്ലാതെ ആ സ്ത്രീ, ഭാര്യ, ആ ആംബുലൻസ് ഡ്രൈവറിന് മുന്നിൽ തൻ്റെ ശരീരം വിൽക്കുകയാണ്. കാരണം ആംബുലൻസ് കൊടുക്കാൻ കാശില്ല. ആ ഒരു തലത്തിലുള്ള ജീവിതമുള്ള അനേകായിരം പേര് നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇതറിയണം. എല്ലാവരും ദൈവത്തെങ്കിലേക്ക് കൈ ഉയർത്തി നിൽക്കും. ആ ദൈവം അല്ല സഹായിക്കുന്നത്, അദ്ദേഹത്തിന്റെ കരങ്ങളല്ല, അദ്ദേഹത്തിന്റെ കരങ്ങളാണ് ഈ മനുഷ്യരുടെ. ആ മനുഷ്യരുടെ കൈ കുറുങ്ങുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ നിസ്സഹായരാകും. അവിടെ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ മുന്നിൽ കരങ്ങളായി വരും. ഒരു മരണത്തിൽ നമുക്ക് ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും താങ്ങായി. ഒരിക്കലും തിരികെ പ്രതീക്ഷിക്കാതെ നൽകുന്ന ഒത്തിരി നന്മ നിറഞ്ഞവരുമാകും. തീർച്ചയായും അത് നല്ലതാണ്. പക്ഷേ അതും ഇന്ന് വരെ. എന്നാൽ ഇൻഷുറൻസ് കമ്പനി തിരികെ കിട്ടാനല്ല, നിങ്ങളുടെ ജീവിതം അവരുടെ സംരക്ഷണയിലാണ്. കണ്ടിട്ടില്ലേ ഒരു ബൈബിൾ വചനം? അവിടെ കാണിക്കുന്നു ഒരു കുട്ടിയെ തൻ്റെ ഉള്ളം കൈയാൽ സംരക്ഷിക്കുന്നു. ആ ഉള്ളം കൈയാണ് ഇൻഷുറൻസ് കമ്പനി. എന്നെങ്കിലും നമ്മുടെയൊക്കെ മരണത്തെപ്പറ്റി, അപകടത്തെപ്പറ്റി ചിന്തിക്കണം.
നിത്യമായ സത്യവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ഉറപ്പായ ഒന്നുമാണ് മരണവും അപകടം. നാം കുടുംബനാഥയോ ആകട്ടെ, നാം ഇല്ലാതാകുന്ന അവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരിക്കാം നമ്മൾ. നമ്മളായിരിക്കാം ഏക വരുമാനമുള്ള വ്യക്തിയും. അത് ദിവസവേതനമോ ആഴ്ചവേതനമോ മാസവേതനമോ പ്രൈവറ്റോ ഗവൺമെന്റോ ആകട്ടെ, ഏത് വിഭാഗത്തിൽ പെടുന്നവർക്കും ഒരുപോലെ ബാധകമായ ഒന്നാണ് മരണം, അപകടം. മരണത്തെ തുടർന്ന് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും വ്യത്യസ്തമാകും. പ്രൈവറ്റ് കമ്പനി കിട്ടുന്നതായിരിക്കില്ല ഗവൺമെന്റ് സ്ഥാപനത്തിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു കൂലിപ്പണിക്കാരനെ കിട്ടുന്നത് ഏറ്റക്കുറച്ചിലുകൾക്ക് നല്ല വ്യത്യാസങ്ങളുണ്ടാകാം. പറക്കമുറ്റാത്ത മക്കളാകും, അല്ലെങ്കിൽ അവരുടെ വലുതോ ചെറുതോ ആയ വിദ്യാഭ്യാസത്തിലാകാം ആ ചെലവുകളും. നാം തന്നെയാകും ചെയ്തു വരുന്നതും. അല്ലെങ്കിൽ വിവാഹപ്രായമായ മക്കളുണ്ടാകാം, പെൺമക്കളുണ്ടാകാം. വളർന്നു വരുന്ന പെൺമക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും അതുപോലെ മുന്നോട്ട് വരുന്ന പല ചിലവുകളും ഇതിനെല്ലാം സന്തുലിതമാക്കി കൊണ്ടുപോകുന്ന നമ്മളെന്ന വരുമാനം ഒരു ദിവസം നിലച്ചാൽ, അല്ലെങ്കിൽ അപകടത്തിലൂടെ ഭാഗികമായോ പൂർണ്ണമായോ അംഗഹീനരോ അതുമല്ലെങ്കിൽ നാം ബെഡിൽ തന്നെ കിടക്കേണ്ടി വന്നാൽ, അതായത് ഒരു കോമ സ്റ്റേജ് ആയാൽ, എനിക്കൊണ്ട് പരിചയക്കാരെ കോമ സ്റ്റേജിലുള്ളവര്, എനിക്കുണ്ട് പരിചയക്കാര് നടക്കാൻ പറ്റാത്തവര്, അങ്ങനെ അനേക ആയിരങ്ങളുണ്ട് ഇപ്പോഴും ബെഡിൽ കിടക്കുന്നത്. ജീവച്ഛവമായി കിടക്കുന്നവരുണ്ട്. അതായത് അവർ ജീവനുണ്ട്, പക്ഷെ ഓർമ്മയില്ല. ചിലര് ക്ഷീണിച്ച് എല്ല് പോലെയായിട്ടുള്ളവരുണ്ട്. അതെ, പിന്നീടുള്ള കുടുംബത്തിന്റെ സ്ഥിതി ആലോചിക്കൂ. ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഭൂരിഭാഗം പേരും ഉത്തരം നൽകുന്നത് ഇല്ല എന്ന് തന്നെയാകും. ഞാൻ കഴിഞ്ഞ ലോക അവസാനം നിങ്ങൾ ചിന്തിക്കല്ലേ. അങ്ങനെ കരുതിയ ഒത്തിരി വീര സാഹസികർ മൺമറഞ്ഞ ലോകമാണിത്. ലോകം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ പോലും 32 വയസ്സിൽ മരിച്ചു അല്ലേ? അതെ, ചിന്തിക്കുക. ലോകം വെട്ടിപ്പിടിക്കുന്നവന് പോലും ജീവൻ നിലനിർത്താൻ പറ്റിയില്ല. ഇതുവരെ നിങ്ങൾ ഇൻഷുറൻസിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ പറ്റി, അതായത് നിങ്ങളുടെ ഭാര്യയെ പറ്റി, മക്കളെ പറ്റി, മാതാപിതാക്കളെ പറ്റി, അവരെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ, അവർക്കായി ഒത്തിരി നമുക്ക് ചെയ്തു തരാനാകുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ മാസമുള്ള ചെറിയ തുകകൾ അടച്ചോ, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലോ വാർഷികമായോ ഒരു നിശ്ചിത തുകകൾ കൊണ്ട് നമ്മുടെയും കുടുംബത്തിന്റെയും ഭാവി ജീവിതം സുരക്ഷിതമാക്കാവുന്ന ഒന്നാണ് ഇൻഷുറൻസ്. ഒത്തിരി ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലും വിദേശങ്ങളിലുമുണ്ട്. വളരെ കുറഞ്ഞ ശതമാനമാണ് ഇന്നും ഇൻഷുറൻസ് എന്നത് നിക്ഷേപമായും പരിരക്ഷയുമായി കരുതുന്നതും. അറിയണം ഇൻഷുറൻസിന്റെ ഗുണങ്ങൾ. പണ്ടുള്ളവർ മാത്രമല്ല, പിന്നീടുള്ളവരും ഇൻഷുറൻസിന് മരിച്ച ശേഷം മാത്രം കിട്ടുന്ന ഒന്നാണ് എന്നാണ് കരുതുന്നത്. അത് തെറ്റായ ധാരണയാണ്. അതുപോലെ ശരിയായതും. സിനിമകളിലും കഥകളിലും കാണുന്നത് പോലെ കൊട്ടക്കണക്കിനുള്ള തുകയ്ക്ക് ഇൻഷുറൻസ് ചെയ്തിട്ട് കൊല്ലലല്ല. കഴിഞ്ഞ ദിവസം തന്റെ ഭർത്താവിനെ 2 കോടിക്ക് ഇൻഷുറൻസ് ചെയ്തിട്ട് തട്ടിക്കളഞ്ഞ ഭാര്യയുണ്ട് ഈ കർണാടകത്തിൽ. കേരളത്തിലുണ്ട് സുകുമാരക്കുറുപ്പ് അല്ലേ, അദ്ദേഹത്തിന്റെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ട് തട്ടിക്കുക. അങ്ങനെ ഒത്തിരി ഇൻഷുറൻസ് പറ്റിക്കുന്നവരുണ്ട്. നമുക്കതല്ല, ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും. ഞാൻ ഇനി ഇൻഷുറൻസിനെ പറ്റി പറയുകയാണ്. നമുക്ക് എടുക്കാവുന്ന ഇൻഷുറൻസ് ഉണ്ട്. അതാണ് HDFC എർഗോയുടെ. മറ്റ് പലതുണ്ടെങ്കിലും ഞാൻ ഒരു ഹെൽത്ത് കൺസൾട്ടന്റ് ആണ് HDFC എർഗോയുടെ. അപ്പൊ നമ്മുടെ വരുമാനം അനുസരിച്ചാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അല്ലേ? നമ്മുടെ വരുമാനവും നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യവും ജീവിതചര്യകളും നോക്കിയാണ് നിശ്ചിത തുകയ്ക്ക് ഇൻഷുർ ചെയ്യാനാകൂ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇൻഷുറൻസ്. അതുപോലെയുള്ള തന്നെയാണ് പ്രീമിയം തുകകളും.
ഓരോരുത്തരുടെയും ഹ്യൂമൻ വാല്യൂ അനുസരിച്ചാണ്, HV അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻഷുറൻസ് തുക തീരുമാനിക്കുന്നതും. HDFCയുടെ ഫുൾ ഫോം ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ. HDFC ബാങ്കുമായി ലയിച്ചിരിക്കുകയാണ്. പിന്നെ എർഗോ എന്ന് പറഞ്ഞ സാധനം, ഇതും സാധനമാണ്. ജർമ്മനിയിലെ ഇൻഷുറൻസ് ഗ്രൂപ്പായ എർഗോ ഇന്റർനാഷണൽ AGയുടെ പേരാണ് എർഗോ. ഇത് പ്രത്യേക വാക്കുകളുടെ ചുരുക്ക രൂപമല്ല, കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. എർഗോ ജർമ്മൻ ഇൻഷുറൻസ് ഭീമനായ മ്യൂണിക് റേയുടെ ഇൻഷുറൻസിന്റെ വിഭാഗമാണ്. അതുകൊണ്ട് HDFC എർഗോ ജനറൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നത് HDFCയും എർഗോ ഇന്റർനാഷണൽ AGയും ചേർന്ന് ആരംഭിച്ച ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. HDFCക്ക് കുറെ ജനപ്രിയ പ്ലാനുകളുണ്ട്. ഓരോ പ്ലാനുകളെ പറ്റിയും ഞാൻ പറയാം. ഏറ്റവും ജനകീയമായി പറയുന്നത് മൈ ഒപ്റ്റിമ സെക്യൂർ ആണ്. അതുപോലെ മൈ ഒപ്റ്റിമ സൂപ്പർ സെക്യൂർ, മൈ ഒപ്റ്റിമ റീസ്റ്റോർ, എനർജി ഹെൽത്ത് ഇൻഷുറൻസ്, മൈ ഹെൽത്ത് സുരക്ഷ, ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. ഇത്രയൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അതിനെയൊക്കെ വിശദമായി ഓരോ ദിവസങ്ങളിലായി നിങ്ങൾക്ക് ഞാൻ നൽകുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾക്കുള്ളതുപോലെ തന്നെ ഒരു ഹെൽത്ത് കൺസൾട്ടൻ്റ് ആണ്. നിങ്ങളൊക്കെ എന്നിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് സേഫ്റ്റി, നിങ്ങളുടെ കുടുംബത്തിന് സേഫ്റ്റി, നിങ്ങളുടെ വൈഫിന് സേഫ്റ്റി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒന്ന് നിങ്ങൾക്ക് പറയുന്നത്. ഈ HDFC എർഗോയുടെ ഓരോ ഇൻഷുറൻസ് നിങ്ങൾക്കായി തരുന്നത് വളരെ സിമ്പിളായി തരാം. ഒരു 10 രൂപ പോലും നമ്മൾ ദിവസവും അടയ്ക്കേണ്ട ഈ ഇൻഷുറൻസ് എടുക്കാൻ, ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാൻ ബ്ലേഡ് കമ്പനികളിൽ പോകണ്ട, ഓടി നടക്കേണ്ട. ഈ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ 3000 ചില്ലാനം രൂപ പോലും നമുക്ക് മാസങ്ങളിൽ അടക്കാവുന്ന ഇൻസ്റ്റാൾമെന്റായി കിട്ടുന്ന ഒരു സംവിധാനം ഇൻഷുറൻസ് കമ്പനിക്കുണ്ട്. അത് ഏത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ മെഡിക്ലെയിം എടുക്കുകയാണ്, അതായത് HDFCയുടെ ഹെൽത്ത് പ്ലാൻ എടുക്കുകയാണ്, അതെടുത്തു കഴിഞ്ഞാലും നമുക്ക് മാസം അടക്കാവുന്ന അവസ്ഥയുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നാളെ കോട്ടി സുരക്ഷയെ പറ്റി അറിയാം. നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാം. ഓക്കെ, ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.